മുതലാളിനോട് എനിക്കൊരു കാര്യം ചോദിച്ചോണ്ട്, പക്ഷെ ഞാനതങ്ങനെ ചോദിക്കും. എന്താ ഇപ്പൊ ചെയ്യാ? എന്താ? ഒന്നുമില്ല, ഏ ഒരു ന്യായവുമില്ല. ചോദിക്കും ഞാനത്. ചോദിച്ചാൽ നീ ഉത്തരം മുട്ടിവിടെ ഇരിക്കും എന്ന പോലെ. അല്ല, നീ ഇരിക്കും, എങ്ങനെ ചോദിക്കും, എന്തൊരു തുടങ്ങും, ഒരു ഐഡിയ ഇല്ലല്ലോ. ചിണ്ടു, എന്താ പ്രശ്നം? നീ എന്നെ കൂട്ടാണ്ട് വീഡിയോ എടുത്തില്ലേ ഏതൊരു തടിയന്റെ കൂടെ? അത് ജാക്കു, അറിയോ? അന്ന് ഏതവനാത്? അത് മറ്റേ ജാക്കു ഇല്ലേ, അന്നെ കടിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓ, എന്നെ കടിച്ചവരുമായിട്ടാ നിനക്കപ്പൊ കൂട്ടല്ലേ? അത് ഞാൻ തറവാട്ടിൽ പോയപ്പോ എടുത്തതാ വീഡിയോ, അല്ലാണ്ട് വേറൊന്നുമല്ല. യു മൊയിലു ബ്ലഡി ചീറ്റ് ചീറ്റ് ചീറ്റ്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കഥയിൽ എന്റെ ക്യാരക്ടറിന്റെ പേരെന്താ? പറ്റിപ്പോയി, സോറി. നീ ഉണ്ടാവില്ല. അച്ഛനീസ് ബബിൾക്കൊന്നുമല്ല. എങ്ങനെ ക്ഷമിക്കാൻ? എന്നെ കൊണ്ട് ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല. നീ ഒന്നും പറയണ്ട. ആ ജന്തു പറ്റി അവൻ എന്നെ കണ്ടാലുള്ളത് ഒരിറക്കം. അവൻ എന്നെ കടിച്ചതൊന്നും നിനക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് നീ അവന്റെ കൂടെ പോയിട്ട് വീഡിയോ എടുത്തല്ലേ? ആയില്ല, അവിടെ കാണുമ്പോ അല്ലേ നീ? അവന് നിനക്ക് ഭയങ്കര ഇഷ്ടമെന്നൊക്കെ എനിക്കറിയാം. പറ, അവൻ എന്നെയാണോ നിന്നെയാണോ അവൻ ഇഷ്ടം? അല്ല, എന്നെയാണോ? നിന്നെ. എന്നെയോ? എന്താ എന്നെയാണോ? എന്നെയാണ് ചെവിക്കുകയാണ്. ആ, ഉമ്മയോ? വേണ്ട, എനിക്ക് മൊയിലാളി മിണ്ടല്ലോ. ബാബു എന്റെ മൊയിൽ ഞാൻ ചാടയാണ്. എന്നാലും അവൾക്ക് എന്നെയാണോ? അവന്റെ മണമുണ്ടല്ലോ ഇവിടെയൊക്കെ. ഇല്ല, ഞാൻ ഈ ഡ്രസ് ഇട്ടിട്ടല്ല പോയത്. അതേതായിരുന്നു നന്നായി. എന്റെ കളറുള്ള ഈ ഡ്രസ് ഇട്ട് നീ അവനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ നിന്നോട് മണ്ടൂരായിരുന്നു. അപ്പുറത്തെ വീട്ടിലെന്താ? ഞാനൊന്ന് ആലോചിക്കട്ടെ, ക്ഷമിക്കണമെന്ന്. എന്നാലും എന്താ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മുഴുവൻ എന്നെയല്ലേ ഇഷ്ടം? ആണല്ലോ, ആനെ പറ്റിപ്പോയി, ക്ഷമിക്കുവോ? ആ, ഞാൻ ക്ഷമിച്ചു. ഞാൻ ക്ഷമിച്ചു. എന്റെ മൊയിലാളി എന്റെ കഥാട്ടോ, ക്ഷമിച്ചു. എന്നാലും ഒന്നുമില്ല. ബൈ 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 ഗൈസ്.